എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുറകിലിരിക്കുന്ന ആൾക്കാരൊന്നും മുമ്പിലേക്ക് കയറിയിരിക്കുക. ദയവ് ചെയ്ത് എല്ലാവരും മുമ്പിലത്തെ കസേരകളിലേക്ക് കയറിയിരിക്കുക. എല്ലാവരും അമ്മമാരെല്ലാം മുമ്പിലേക്ക് വരും. മുമ്പിലേക്ക് കയറിയിരിക്കും. ആദ്യമായി ചർച്ചയിൽ നമ്മളോട് സംവദിക്കുന്നത് ആദിമാർഗി മഹാചണ്ടാള ബാബ മലവാരി മുത്തൻ, ആദിമാർഗ മലവാരം അട്ടപ്പാടി പാലക്കാട്. ഏറെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇൻഡാദിമുത്തൻ ചാത്തപ്പ, ചണ്ടാളമുത്തപ്പ, മുത്തന്മാരുമുത്തപ്പ, മുത്തോലമുത്തപ്പൻ കൂടെ ഇരിക്കുന്ന 33 ആചാരമായിരിക്കുന്ന ദൈവമൂർത്തികളും വടക്ക് സ്ഥാനവും മൂലമായിരിക്കുന്ന 3 മുത്തപ്പന്മാരും 3 മുത്തച്ഛന്മാരും കൂടി കാത്തി രക്ഷിച്ചു തരാനുള്ള ഒരു വിധി ഉണ്ടാക്കി തരണേ. വെള്ളാട്ടിരി, വെളുത്തട്ടിരി, മുല്ലാട്ടിരി, നാലങ്കിരി, പനങ്കിരി, 5 അയ്യർ അപ്പാപ്പന്മാരെ, നല്ലച്ച, എൻ്റച്ച, പൊന്നച്ച, മുത്തച്ഛന്മാരെ, മുത്തച്ഛന്മാർ പഠിച്ചു വന്ന കരിങ്കുട്ടി, പറക്കുട്ടി, പൂക്കുട്ടി, തീക്കുട്ടി, ഒടിക്കുട്ടി, ഉച്ചക്കുട്ടി, പാമ്പുംകുട്ടി, കല്ലോല ഭൈരവൻ, നല്ലോല ഭൈരവൻ, മൂർത്തി ഭൈരവൻ, വീരഭൈരവൻ, ധീരഭൈരവൻ, സകല ഭൈരവന്മാരും അഘോരന്മാരും കള്ളാടി മിത്തം, വെന്തലമുത്തം, മൂക്കാഞ്ചാത്ത, അനുമാൻകുട്ടി, കുട്ടിച്ചാത്ത, ഈശ്വര ഉദിച്ചു വരുന്ന ഈശ്വര, 12000 പടക്കുതിരെ, 6 അയ്യപ്പന്മാരെ, 100 ദേവന്മാരെ, 6 അയ്യപ്പന്മാരിലും 100 ദേവന്മാരിലും മനമുറിക്ക് മനം കരുത്തുണ്ടാക്കി തരണേ. ഉദിപ്പനത്തെ ഉദിഭഗവാന്റെ 3 മാന്ത്രിക്കണ്ണിലിളങ്ങി മാമ്പൊട്ടിപ്പുല ചെയ്യപ്പെട്ട് എണയോട് 2 ദേവർപ്പങ്ങളെ ഉദിപ്പനത്തിരുന്ന് തിരുവരം വാങ്ങിച്ചു ഭൂമി ലോകത്ത് വന്ന് കല്ലടിഞ്ഞരിമല വടക്ക് ഭാഗം നല്ലൊരു പാതാളത്തിലെ 5000 കല്ലുരുട്ടടിയും പണിത് 4000 കല്ലും കൊണ്ട് മോളും കെട്ടി കോട്ട കെട്ടി 16 തൂണിൽ കരിങ്കോട്ടയും കെട്ടി മലയോട് പുറഞ്ചാരിയിരിക്കുന്ന പൊന്നു മലവാരത്തമ്മേ, നിങ്ങൾ പറഞ്ഞ പ്രകാരം അടിവാരത്ത് വന്ന് 1 വിളിച്ച് 2 വിളിച്ച് 3 വിളിച്ച് 4-ആം വിളിക്കിറങ്ങി വന്നു കൂടുന്ന 4-ആം മേടത്തിൽ ആചാരമായിരിക്കുന്ന ദൈവമൂർത്തികളും ഉറപ്പുറസ്ഥാനങ്ങളും മുമ്പും നിന്ന് തുണയായി വരണം പൊന്നമ്മേ തമ്പുരാട്ടി. ആദിമുത്തപ്പാദിമുത്തിയമ്മേ, മൂലസ്ഥാന മുത്തിയമ്മേ, വാക്കക്കള്ളാടി, കാമരങ്ങാടി, വേദന തീർക്കും മെന്തലമുത്ത, 28 മന്ത്രമൂർത്തികളെ, ഈർക്കാട്ട് മുത്തപ്പ, പടിക്ക് പുറത്ത് മുത്തപ്പ, നെല്ലിക്കുളത്ത് ഗണപതി, കോട്ടപ്പുറം ദേവരെ, കോരാട്ടിയിലെ പെറ്റമ്മേ, നേരെ അമ്മായിമാരെ, മലവാരം ദൈവങ്ങളെ, മലവാരത്തമ്മയ്ക്കും കല്ലടിഞ്ഞ കരിമലയാ മുണ്ടി മൂക്കം ചാത്ത, സത്യം കാട്ടി തന്നിരിക്കണേ. അടികെട്ടി ചെലമ്പനും മുടികെട്ടി ചേലയ്ക്കും പറഞ്ഞു ഒരു വാക്ക് കരിഞ്ഞു കരിക്ക് തെറ്റും പോരായി. കൂടാതെ അങ്ങ് തിരുമലവാരം വന്നിരിക്കണം മുത്തപ്പന്മാര്, ചത്തു മണ്ണടിഞ്ഞ ഗുരു കാരണവന്മാരെ, കരിനീലി അമ്മയെ, മുത്തിവറ്റ കാക്കത്തുള്ള 1000 കുട്ടിച്ചാത്തന്മാരെ, സകല പടിമാന മക്കളെ, അടിയൻ വന്ന് വിളിക്കും നേരം വിളിപ്പുറത്തെത്തി വിളിച്ച ഒരു കാര്യത്തിന് തെളിച്ചമായ തീർച്ചയുണ്ടാക്കി തരണേ. അടിയനെ സമ്പ്രദായത്തെയും നാണം കെടുത്തല്ലേ പൊന്നു തമ്പുരാട്ടിയേ. നമോ നമ സ്വാഹ. ആദ്യമുത്ത സമാരംഭാം ചണ്ടാളമുത്ത മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ മുത്തപരമ്പരാം. ഹരിയോ നമസ്തേ. ഈ പരിപാവനമായ ഈ വേദിയിൽ സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണാർത്ഥം, സനാതനധർമ്മം എൻ്റെ അഭിമാനമാണ്, ആചാരങ്ങൾ എൻ്റെ അവകാശമാണ് എന്ന് തുടങ്ങുന്ന വളരെ മഹത്തരമാർന്ന ആ വാക്യത്തെ എടുത്തുയർത്തിക്കൊണ്ട് എല്ലാ അർത്ഥത്തിലും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ കുലദൈവ സങ്കല്പം എന്നൊരു വിഷയത്തെ തിരഞ്ഞെടുത്തതിന്
ഈയൊരു പരിപാടിയുടെ സംഘാടകരോട് പ്രത്യേകം ഒരു നന്ദി പറയുന്നു. അതോടൊപ്പം അവരെ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു. കാരണം നിങ്ങൾ നമ്മളെക്കാൾ തലനിരച്ച ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഭുവനചന്ദ്രൻജിക്ക് പോലും നമ്മളെക്കാൾ പ്രായമുണ്ടേ നമുക്കറിയാം. എന്നിരുന്നാലും നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം 20 വയസ്സിന് ശേഷം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖല എന്നുള്ളത് ഈ കുല ആചാര കുലധർമ്മത്തിന് വേണ്ടിയാണ്. പക്ഷെ അതിന് വേണ്ട രീതിയിലുള്ള പരിഗണന ഹൈന്ദവ സമൂഹം നൽകിയിരുന്നില്ല. നമുക്ക് തോന്നുന്നു കുലദൈവ സങ്കല്പത്തെക്കുറിച്ച് ഈ ഒരു കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് നമുക്ക് ഇതുപോലൊരു വിശേഷപ്പെട്ട വേദി ഹൈന്ദവ സമാജം ഒരുക്കി തരുന്നേ എന്ന് കണ്ടതിലും നമുക്ക് സന്തോഷമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിനെ താങ്ങി നിർത്തുന്ന ഒരേ ഒരു ഘടകം കുലധർമ്മമാണ്, കുലദേവതാചാരങ്ങളാണ്. നാം ഈ മുന്നിൽ കാണുന്ന നിങ്ങളോട് ഓരോരുത്തരോടും നിങ്ങളിൽ എത്ര പേർ ചതുർവേദങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ ഭൂരിപക്ഷവും ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് തന്നെയായിരിക്കും. ഇനി പഠിച്ചു എന്ന് പറയുന്നവരാണെങ്കിൽ അവരേതെങ്കിലും വേദസൂക്തങ്ങൾ മാത്രമായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് നാം നമ്മുടെ അന്തസത്തയാണെന്ന് പറയപ്പെടുന്ന ചതുർവേദങ്ങളെ എല്ലാ ഹൈന്ദവരും പഠിച്ചിട്ടില്ല, പഠിക്കുന്നില്ല, നാളെയും പഠിക്കില്ല. ഒരു സംശയം നമുക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്? അതിന് കാരണം നമ്മുടെ ആചാര്യന്മാർ നമുക്ക് മുന്നിൽ വെച്ച 2 ആശയങ്ങളാണ് വൈദികവും താന്ത്രികവും. ശ്രുതിശ്ച ദ്വിവിധ വൈദികി താന്ത്രികി എന്നാണ്. ശ്രുതി എന്ന കേട്ടുപഠിക്കുകയാണ്. കുറേ ഈ കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്കൊരു ധാരണയുണ്ടാവും. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 45 മിനിറ്റാണ് തോന്നുന്നത്. സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതിലൊരു ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. കാരണം പ്രാർത്ഥന ചൊല്ലിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ചൊല്ലേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ട് ചൊല്ലിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സദസ്സിൽ ചണ്ടാളബാബ ഇറങ്ങിപ്പോയാലേ ഇറങ്ങി പോകുന്നതിന് മുമ്പും ഇവിടെ കേട്ടിരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ഒന്നുകിൽ സംസ്കൃതമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാകാത്ത മലയാളമായിരിക്കും. നമ്മൾ പറഞ്ഞ മലയാളം തന്നെ നമുക്കറിയില്ല. പക്ഷേ ഒരു അടിസ്ഥാന ഹൈന്ദവ ജനതയുടെ ഹൃദയത്തെ തൊട്ടുകൊണ്ടുള്ളൊരു പ്രാർത്ഥന ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. നമുക്ക് പ്രാതരഗ്നിയും പ്രാതിനിധ്യവും പറയാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്തുതിഗീതങ്ങളൊന്നും പറയാൻ അറിയാഞ്ഞിട്ടോ അല്ല. നമ്മൾ എന്തുകൊണ്ട് ഇത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഹിന്ദുവായി നിൽക്കുമ്പോഴും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എങ്ങനെ ഹിന്ദു ആകുന്നു എന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ്. നാം ഹിന്ദുവാണ്. ഭഗവാൻ സത്യാനന്ദ സരസ്വതി തിരുവടികൾ ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഈ ജാതി വിവേചനങ്ങൾ മറന്നുകൊണ്ട് ഒന്നായി ചേരൂ എന്നുള്ളതാണ്. അദ്ദേഹം ഒന്നായി ചേരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ആയുഷ്കാലം മുഴുവൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നായി ചേരാനുള്ള മാർഗം എന്തേ എന്നുള്ള ചോദ്യം നമ്മൾ പലപ്പോഴും എടുത്തുയർത്തുന്നത് നമ്മളെല്ലാവരും വേദം പഠിക്കണം, വേദങ്ങൾ പഠിച്ച് വേദത്തിൻ്റെതായിരിക്കുന്ന ആദർശത്തിലൂടെ പോയാൽ മാത്രമേ നമ്മൾ ഹിന്ദുക്കളാവുള്ളൂ. നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ആരൊരാൾ ഉദയഭാരതം കലണ്ടർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കലണ്ടർ നോക്കിയ സമയത്ത് നമ്മൾ സാധാരണ കലണ്ടർ നോക്കാറൊന്നുമില്ല കേട്ടോ. നമുക്കങ്ങനെ ഡേറ്റും നാളും പക്ഷമൊന്നും അങ്ങനെ നോക്കി പോകുന്ന രീതിയൊന്നുമില്ല. നേരം വിളിക്കുന്നു, രാത്രിയാകുന്നു. അപ്പോൾ നോക്കിയ സമയത്ത് അവിടെ ഒരു പോയിന്റ്, നാം ഹിന്ദു ആകുന്നത് ചതുർവേദങ്ങളെ പിൻപറ്റുന്നത് കൊണ്ടാണ് എന്നുള്ളത്. വളരെ വിഷമത്തോടു കൂടി പറയട്ടെ, അങ്ങനെയാണെങ്കിൽ നാം ഹിന്ദു അല്ല. ഈ വേദിയിൽ നിൽക്കുന്ന ഹിന്ദുവായ നാം ആ അർത്ഥത്തിൽ ഹിന്ദു അല്ല. നമ്മുടെ അച്ഛൻ ഹിന്ദു അല്ല, നമ്മുടെ അച്ഛൻ ഹിന്ദു അല്ല, നമ്മുടെ അമ്മ ഹിന്ദു അല്ല, നമ്മുടെ അമ്മമ്മ ഹിന്ദു അല്ല, ആ പരമ്പരകളൊന്നും തന്നെ ഹിന്ദു അല്ല. എന്താണ്? ഞങ്ങൾ ആരും ചതുർവേദത്തിൻ്റെ പാരമ്പര്യമുള്ളവരല്ല. പിന്നെ എങ്ങനെയാണ് നാം ഹിന്ദു ആകുന്നത്? നാം ഹിന്ദു ആകുന്നത് നമ്മുടെ പൂർവികമായ കുലദൈവ പാരമ്പര്യത്തിലാണ്. ആ പാരമ്പര്യം വരുന്നത് ഭാരതീയമായ സനാതനധർമ്മത്തിൻ്റെ അകത്ത് തന്നെയാണ്. ഇന്ന് സനാതനധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പണ്ടൊരു കാലത്ത് ഹിന്ദു എന്ന് പറയാൻ പറ്റാത്ത പോലെ ഇന്നിപ്പോൾ സനാതനധർമ്മം എന്ന് പറയാൻ പറ്റില്ല. എന്താണ് സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കണ്ടോ, ദ ബ്രാഹ്മണിക്കൽ ഹെജിമണി, ബ്രാഹ്മണീസം എന്നൊക്കെ പറയും. സംസാരിക്കുന്ന വ്യക്തി ചണ്ടാള ബാബയാണ്. പേരിൽ തന്നെ ചണ്ടാളൻ എന്നാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളിൽ പലരും കരുതും എന്തുകൊണ്ടാണ് ചണ്ടാളൻ എന്ന് പറയുന്നത്? വളരെ വ്യക്തമാണ്. നാം ബ്രാഹ്മണ ബാബയല്ല, നാം ചണ്ടാള ബാബയാണ്. ചണ്ടാള ബാബയുടെ ധർമ്മത്തിനും ചണ്ടാള ബാബ ഇട്ടിരിക്കുന്ന പേര് സനാതന ധർമ്മം എന്നാണ്. എന്താണ്? ആ ചണ്ടാളിന് സ്പേസ് ഉണ്ട്. ആ ചണ്ടാളിന് സ്പേസ് ഉള്ളത് കൊണ്ടാണ് ദക്ഷ പ്രജാപതിയുടെ മകളെ കല്യാണം കഴിച്ച സമയത്ത് ദക്ഷ പ്രജാപതി ആ മഹേശ്വരനെ വിളിച്ച് ചണ്ടാള എന്നാണ് വിളിച്ചത്. ആ ചണ്ടാളിനെ മഹാദേവനായിക്കൊണ്ട് പരമേശ്വരനായിക്കൊണ്ട് ആരാധിക്കുന്ന ഈ ധർമ്മത്തിലാണ്. അപ്പം അങ്ങനെയുള്ള ധർമ്മത്തിൽ സനാതന ധർമ്മത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വരുന്നത് കുലദൈവ ആചരണം കൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് ചതുർവേദങ്ങൾ കൊണ്ടല്ല. അപ്പോൾ കുലദൈവം എങ്ങനെയാണ്, കുലദൈവങ്ങൾ എങ്ങനെയാണ് ഹൈന്ദവമാകുന്നത്? കുലദൈവമാകുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ ഉത്തരമാണ് പറഞ്ഞത് ശ്രുതി 2 വിധത്തിലാണ്. ഒന്ന്, ബ്രഹ്മമുഖജാതമായിരിക്കുന്ന 4 വേദങ്ങൾ, ഋഗ് യജു സാമാധർവം. 4 വേദങ്ങൾ ബ്രഹ്മമുഖത്തുനിന്നുണ്ടായതാണ്.
എന്നാൽ ഭഗവാൻ പരമേശ്വരനിൽ നിന്നും പാർവതിയിൽ നിന്നും മഹാവിഷ്ണുവിൽ നിന്നും ഒക്കെ ഒരുപാട് ആഗമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈഷ്ണവാഗമങ്ങളുണ്ട്, സംഹിത എന്ന് പറയും. അതുപോലെ ശൈവജാതമായിട്ടുള്ളതൊക്കെ നമ്മൾ ആഗമങ്ങൾ എന്ന് പറയും. അതുപോലെ പരമേശ്വരി എന്നുണ്ട് തന്ത്രം എന്ന് പറയും. അപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ സ്വതവേ പറയുക പരമേശ്വരൻ, ഭഗവാൻ പരമേശ്വരൻ ഉണ്ടായതാണെന്നാണ് പറയുക. പരമശിവനാണെന്ന് പറയണമെന്ന് നമുക്ക് നിർബന്ധമില്ല. എന്താണ്, എല്ലാവരും ശിവൻ എന്ന് വിളിച്ചിട്ടില്ല. അതൊക്കെ നമ്മുടെ ആർഗ്യുമെൻ്റ് ആണ് കേട്ടോ. നമ്മളിങ്ങനെയാണ് നമ്മൾ ആശ്രമത്തിലേ പറയാറ്. ഇങ്ങനെ എല്ലാ ശിവൻ്റെ നിങ്ങൾ പറയുന്ന ശിവൻ ഞങ്ങളുടെ ശിവനാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നാ പറയുക. അത് ഭിന്നിപ്പിൻ്റെ സ്വരമാണ്. അല്ല, നിങ്ങളുടെ ശിവനും ഞങ്ങളുടെ ശിവനും ഒന്നാണോ നമുക്കറിയില്ല. എന്താണ് നിങ്ങളുടെ ശിവൻ? നിങ്ങൾ പറയുന്നു ബ്രാഹ്മണനാണ്. നിങ്ങൾ മീൻസ് നിങ്ങളല്ല, അങ്ങനെ കരുതരുത്. നിങ്ങൾ ബ്രാഹ്മണ ശിവനാണെന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ ശിവനല്ല, ഞങ്ങളുടെ ശിവൻ ബ്രാഹ്മണനല്ല, ഞങ്ങളുടെ ശിവൻ ചണ്ടാളനാണ്. ഞങ്ങൾ അതിനെ നല്ലച്ഛൻ എന്നാണ് വിളിക്കുന്നവനെ. അവൻ്റെ ശക്തി സ്വരൂപിണിയായ ആ ഒരു ശക്തിയെ ഞങ്ങൾ നല്ലമ്മ എന്നാണ് വിളിക്കുന്നത്. കാളിയെന്നും നീലിയെന്നും വിളിക്കുന്നു, അപ്പൂപ്പൻ എന്ന് വിളിക്കുന്നു, തമ്പുരാൻ എന്ന് വിളിക്കുന്നു, മാടൻ എന്ന് വിളിക്കുന്നു, മറുത എന്ന് വിളിക്കുന്നു. അതിനെയൊക്കെ ആരാധിക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങളൊരു കാലത്ത് തൊടിയെ കൊണ്ടുപോയിട്ടു. ഞങ്ങളുടെ ആചാരങ്ങളെയാണ് ആക്ഷേപിച്ചത്. ഞങ്ങൾ ഹിന്ദുക്കളല്ലേ, ഞങ്ങളുടെ ആചാരത്തിന് എന്ത് കുഴപ്പം? അത് ഞങ്ങളുടെ കുലദൈവമല്ലേ, ഞങ്ങളുടെ കുലാചാരമല്ലേ? അങ്ങനെ ഞങ്ങളുടെ ദൈവങ്ങളെ തൊടിയിലിടുകയാണെങ്കിൽ ഞങ്ങളെയും ഇടില്ലേ? ഞങ്ങളെ ഇട്ടാൽ മറ്റുള്ളവർ ഞങ്ങളെ കവർന്നെടുക്കില്ലേ? ഇപ്പൊ ക്രൈസ്തവർ, ഇസ്ലാമിക സഹോദരങ്ങളൊക്കെ ഞങ്ങളെ ഈ എന്താ പറയുക LIC ചേർക്കാൻ വരുന്ന പോലെയാണ്. ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, ഞങ്ങൾ ഇവിടെയാണോ അവിടെയാണെന്നുള്ള കൺഫ്യൂഷൻ ഞങ്ങളിൽ ചില ആളുകൾക്കുണ്ട്. അതില്ലാതിരിക്കണമെങ്കിൽ നമ്മെ കേൾക്കുന്ന നിങ്ങൾ വേണം എന്താണ്, നമ്മൾ ഹിന്ദുക്കളാണ്. ഞാനല്ല, നമ്മൾ ഹിന്ദുക്കളാണ്. എങ്ങനെയാണ്? നിങ്ങളുടെ ധർമ്മവും ഇതിൻ്റെ ഉള്ള എന്താ കാരണം? ഇത് പരമേശ്വരൻ വന്ന ആഗമത്തിൻ്റെ ഭാഗമാണ്. ഭഗവാൻ പരമേശ്വരൻ പാർവതീ ദേവിയോട് പറയുന്ന തന്ത്രവിഷാഗമങ്ങൾ മത്സ്യേന്ദ്രനാഥ് കേട്ട് അത് നാദസമ്പ്രദായമായി ലോകം മുഴുവൻ വ്യാപിച്ചപ്പോൾ ആ നാദസമ്പ്രദായം ഗുരു ശിഷ്യ പ്രശിഷ്യ പരമ്പരയിലൂടെ വ്യാപിച്ച് പലതായി തിരിഞ്ഞപ്പോൾ ആ സമ്പ്രദായങ്ങൾക്കെല്ലാം സമ്പ്രദായ നാമങ്ങളുണ്ടായി. ആ നാമങ്ങളാണ് ഹൈന്ദവന്റെ ജാതി നാമങ്ങൾ. നായർ എന്ന് പറയുന്നൊരു സമ്പ്രദായമാണ്. ജാതിയല്ല, ജാതിയിൽ നായർ മനുഷ്യനാണ്. ആണോ പെണ്ണാവട്ടെ, ജാതിയിൽ നായർ മനുഷ്യനാണ്. പുലയൻ മനുഷ്യനാണ്, ഈഴവൻ മനുഷ്യനാണ്, നാടാരി മനുഷ്യനാണ്, പറയൻ മനുഷ്യനാണ്, അതുപോലെ മലയൻ മനുഷ്യനാണ്. എന്നാൽ സമ്പ്രദായമോ മലയ സമ്പ്രദായം, വേട സമ്പ്രദായം, ഈഴവ സമ്പ്രദായം, തീയ സമ്പ്രദായം. ഇതൊക്കെ പുതിയ നമ്പറല്ലേ ഹൈന്ദവരെ കെട്ടിയിടാൻ വേണ്ടി? അല്ല, ഹൈന്ദവരെ കെട്ടിയിടേണ്ട ആവശ്യമില്ല. എന്താണ്, നമ്മളാരും ഹിന്ദുക്കളാകുന്നത് കെട്ടിയിട്ടിട്ടല്ല. എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയുടെ മകനാകുന്നത്. അതുപോലെ ഭാരതാംബയുടെ മകനായിട്ടാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞു വേദപാരമ്പര്യത്തിൽ ഞങ്ങൾ ഹിന്ദുക്കളല്ല, പക്ഷേ ഭാരതാംബ, ഹിന്ദുസ്ഥാൻ പെറ്റ ഞങ്ങളെല്ലാം ഹിന്ദുക്കളാകുന്നത് കെട്ടിയിട്ടിട്ടല്ല, സ്വതന്ത്രമായിക്കൊണ്ടാണ്. അവിടെ ഓരോരോ ജാതിയും ഓരോ സമ്പ്രദായമാണ്. കുലദൈവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ കുലദൈവത്തിൽ നായർ സമുദായത്തിൻ്റെ കുലദൈവം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയണ്ടാവില്ല. ഇപ്പം എന്താണ്, ഇപ്പം നമ്മൾ സ്വതവേ നമ്മൾ വേദം പഠിക്കണം, പക്ഷേ വേദ കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഗായത്രി അറിയാം. എല്ലാവരും ഗായത്രി, നമ്മൾ ഈ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർ, കുറച്ച് നേരത്തെ നമ്മൾ എത്തിയിട്ടുണ്ട്, വരുന്നവർ ഈ റൂമിൽ സംസാരം ഗായത്രി മന്ത്രവും ഉപനയനവും കർമ്മബ്രാഹ്മണ്യത്തിൽ കുന്തിക്കുന്ന നവബ്രാഹ്മണന്മാരുമാണ്. എന്നാൽ പൂണൂലിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്രാഹ്മണനായി എന്നൊരു കാഴ്ചപ്പാടൊക്കെ. അപ്പോൾ ഗായത്രി മന്ത്രത്തെക്കുറിച്ച് അറിയാം, പക്ഷേ എൻ്റെ കുലദൈവത്തെക്കുറിച്ച് അറിയില്ല. ഇത്ര വലിയ കഷ്ടമാണെന്ന് ആലോചിക്കും. നിങ്ങൾക്ക് വേദമൊന്നും അറിയണ്ടാന്ന്. നിങ്ങൾക്ക് ഋഗ്വേദത്തിലെ ആദ്യത്തെ സൂക്തമോ അതിൻ്റെ ഋഷിയോ ഒന്നും നിങ്ങൾക്ക് അറിയണ്ട. നിങ്ങളുടെ കുലദൈവത്തെ നിങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജനത പറഞ്ഞത് എനിക്കെൻ്റെ അമ്മയെ അറിയില്ല എന്നാണ്. കുലം എന്ന വാക്കിൻ്റെ അർത്ഥം അമ്മ എന്നാണ്, ശക്തി എന്നാണ്, പ്രകൃതി എന്നാണ്, ഉത്ഭവം എന്നാണ്. ഇപ്പം നമ്മളെവിടുന്നാണ് വന്നേ നമുക്കറിയില്ല. സംഭവം ശരി. എന്താണ്, വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ നമ്മൾ പറയും ഇതാ ഒരു പൊലയനാണ് എൻ്റെ വീട്ടിൽ കയറി പെണ്ണ് ചോദിച്ചത്, അല്ലെങ്കിൽ ഒരു നായർ വന്ന് പെണ്ണ് ചോദിച്ചു. ഇതിന് നമുക്കറിയാം. പക്ഷെ നിങ്ങളെങ്ങനെ നായരാകുന്നു, നിങ്ങളെങ്ങനെ പുലയരാകുന്നു? KPMS ഉള്ളത് കൊണ്ടൊന്നും നിങ്ങൾ പുലയരാവില്ല, NSS ഉള്ളത് കൊണ്ട് നായരും ആവില്ല. എങ്ങനെയാണ് ആകുന്നേ? നിങ്ങൾ എങ്ങനെയാണ് അതായത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ആഘോഷങ്ങളൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ? എന്തുകൊണ്ടാണ് ഇവിടുത്തെ പത്മനാഭൻ്റെ ആ ഒരു ഘോഷയാത്ര പോകുമ്പോൾ നായരുടെ കയ്യിൽ മാത്രം വാള് കൊടുക്കുന്നത്? സവർണനായതുകൊണ്ടാണോ? അങ്ങനെയാണല്ലോ പുതിയ ചമയ്ക്കലുകളൊക്കെ അങ്ങനെയാണ്. ഒരു കാലത്താണ് കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. അല്ല, ക്ഷാത്രവീര്യമുള്ള വീരാരാധന കൈകാര്യം ചെയ്യുന്ന വീരന്മാരുടെ കയ്യിലാണ് വാള് കൊടുക്കുന്നത്. ആ വീരന്മാരുടെ ആരാധന അവിടെ കുലദേവതയുമായി ബന്ധപ്പെട്ടാണ്. നായർ തറവാടിൻ്റെ അകത്തളത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഭുവനേശ്വരി സങ്കല്പത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. അവിടെ കുലദേവത ഭുവനേശ്വരിയാണ്. അപ്പോൾ പുലയരുടെയോ? പുലയർക്ക് കാളിയാണ്. എന്താ സംശയം? നിങ്ങൾ കൊടുങ്ങല്ലൂർ എല്ലാവരും പോയി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ കൊടുങ്ങല്ലൂർ മൂലസ്ഥാനമുണ്ട്. അവിടെ പുലപ്പാടം എന്നാണ് പറയുക. ആ പുലയൻ ഇന്നത്തെ കാലത്ത് ദലിത് എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലാണ് വരുന്നത്. അവിടെ
ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആളല്ല പുലയപ്പാടത്തെ ശാന്തിക്കാർ. ക്രൈസ്തവരല്ല. അവിടെ കുരിശ് വരയ്ക്കുന്നില്ല, അവിടെ നിസ്കരിക്കുന്നില്ല. അവർ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ പേരിൽ ബുദ്ധൻ ശരണം ഗച്ഛാമി എന്നവിടെ കേൾക്കാൻ കഴിയില്ല. ഈ ദർശനങ്ങളൊന്നും മോശമാണെന്ന അഭിപ്രായം ചണ്ടാള ബാബയ്ക്കില്ല. പക്ഷെ അവിടെ ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ എന്താണ്, അവിടെ കാളി മന്ത്രങ്ങളുണ്ട്. അവിടെ നല്ലച്ഛൻ്റെ തൃച്ചട വലിച്ചിട്ട് പിറന്നവളെ എന്നൊക്കെ പറയുന്ന മലയാള വാചകങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ അവിടെ ആരാധിക്കപ്പെടുന്നത് കാളിയാണ്. അപ്പൊ പുലയരുടെ കുലദൈവം കാളിയാണ്. ഇനി അത് മാത്രമാണ് എങ്ങനെ പുലയർ എന്ന പേര് വന്നത്, പുലയരുടെ പേര് വരുന്നത്. ഇപ്പൊ ഇവിടെ ആരംഭം കുറിച്ച സമയത്തൊക്കെ നമ്മൾ നോട്ടീസിൽ കാണേണ്ടായി ഗണപതി ഹോമം നടക്കുന്നത്. പുലയർക്കൊന്നും ആ അർത്ഥത്തിൽ ഗണപതി ഇല്ല. അയ്യോ, പുലയർക്കൊന്നും അങ്ങനെ ഗണപതി ഇല്ല. അതാ ബ്രാഹ്മണരുടെ ദൈവം ഇവരുടെ ദൈവം വേറെയാക്കടല്ല. പുലയരുടെ ദൈവം പുലക്കുട്ടിച്ചാത്തനാണ്. പുലാധാരത്തിലിരിക്കുന്ന പുലക്കുട്ടിച്ചാത്തനാണ്. മണ്ണിന്റെ സ്വരൂപമുള്ള, മണ്ണിന്റെ ഗന്ധമുള്ള, മണ്ണിന്റെ രുചിയുള്ള ആനരൂപത്തോടു കൂടിയ ദേവതയാണ് പുലയന്റെ പുലക്കുട്ടിച്ചാത്തൻ. അത് തന്നെയല്ലേ ഞങ്ങളെ ഗണപതി. നിങ്ങൾ രാമൻ എന്ന് പേരിട്ടു എന്ന് കരുതി നിങ്ങളുടെ അച്ഛൻ എങ്ങനെ എൻ്റെ അച്ഛനാകും? എൻ്റെ അച്ഛൻ വേറെയാണ്. എൻ്റെ അച്ഛൻ്റെ പേര് രാമനാണ്, പക്ഷെ നിങ്ങളുടെ അച്ഛനല്ല. ഇത് പറഞ്ഞാലേ പുലക്കുട്ടിച്ചാത്തനാണ് ഇവിടെ. പക്ഷെ ഇതിൽ എത്ര പേർക്ക് അറിയാം അങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് തന്നെ? നമ്മൾ ഹിന്ദുക്കളാണല്ലോ. പക്ഷെ നിങ്ങൾ പറയും അഗ്നിമ്യമമ്മാതരിശ്വാനമാഹു, ഇത് നിങ്ങൾ പറയും. പക്ഷെ നിങ്ങളുടെ പാരമ്പര്യത്തിലൂടെ കടന്നുപോയ ദൈവങ്ങളെ നിങ്ങൾക്കറിയില്ല. ഈ പഴുതിലേക്കല്ലേ മറ്റവൻ ഗോളടിക്കുന്നേ? അപ്പൊ അവിടെയാണ് ഇവർ കാളിയുണ്ട്, പുലക്കുട്ടിച്ചാത്തനുണ്ട്. ഇത് പറഞ്ഞ പോലെ തന്നെയാണ് മറ്റൊരുപാട് ദൈവങ്ങൾ. ഇപ്പൊ നീലി ഒരു കുലദൈവം. ഇപ്പൊ മലയടിവാരത്ത് മലവാരത്തമ്മ, ആ മലവാരത്തമ്മയെ കുലദൈവമായിട്ട് ആരാധിക്കുന്നതാണ് മലവാരത്തമ്മ. അപ്പൊ വട്ടപ്പാടിയിലാണെങ്കിൽ മല്ലിയമ്മ എന്നാ പറയാ. മല്ലിയമ്മയും മല്ലീശ്വരനും വട്ടപ്പാടിയിലെ ശിവരാത്രിക്ക് ഏമമാണ്. ഇപ്പൊ ശബരിമല വിലക്ക് തെളിയിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരിക്കലും ഈ വേദിയിൽ തന്നെ പറയാം, ഇപ്പോഴുള്ള താന്ത്രികന്മാരുടേതൊന്നുമല്ല ശബരിമലയിലെ ആചാരം, അത് മലയന്മാരുടേതാണ്. അല്ലാണ്ട് ബ്രാഹ്മണ ആചാരങ്ങളിലൊന്നും തന്നെ വിലക്ക് തെളിയിക്കുന്ന സമ്പ്രദായം ഇല്ല. അത് മലയന്മാരുടേതാണ്. അത് സത്യസന്ധമായ കാര്യം, എന്തിനാ മറച്ചു വെക്കണം? എന്നാൽ ഇന്ന് അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അതിന് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവർ ചെയ്യാതിരിക്കുക ചെയ്യട്ടെ, അത് സമാജം ഒത്തുതീർന്നു പോകേണ്ട കാര്യമാണ്. എന്നാൽ സത്യം മാറ്റി വെക്കാൻ കഴിയില്ല. രാമക്ഷേത്രം ഹിന്ദുവിൻ്റെ ആകുന്ന പോലെയാണ് മലയാചാരങ്ങൾ മലയൻ്റേതാണ്, അതിന് സംശയമൊന്നുമില്ല. അങ്ങനെ ആ മലയാചാരം കൃത്യമായി നടക്കുന്നത് കാണണമെങ്കിൽ ശബരിമല കാണാൻ പറ്റില്ല, KSEBക്കാർ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. എന്നാൽ ആ കുലാചാരവും കുലദൈവ ആരാധനയും കാണണമെങ്കിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുളരും മുടുകരും രണ്ട് വിഭാഗമാണ്. ഇരുളർ അവിടെ കോവിലിലെ പൂജാരിമാരാണ്. മുടുകർ മലയുടെ മുകളിൽ പോയിട്ട് വിളക്ക് തെളിയിക്കുന്നതാണ്. കാരണം അവിടെ നിങ്ങൾക്ക് കൈലാസം, നിങ്ങൾ സാധാരണ കാണുന്ന കൈലാസം പോലെ ഒരു മല കാണാൻ പറ്റുന്നതാണ്. മല്ലേശ്വരൻ്റെ മുടി ഭഗവാന്റെ തൃച്ചട വലിച്ച് കെട്ടിവെച്ച പോലെയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന മുടുകന്മാർ എന്ന് പറയുന്ന സമുദായം, അത് ഭഗവാന്റെ ശിരസിലെ ഭൂതഗണങ്ങളാണെന്നാണ് സങ്കല്പം. 41 ദിവസത്തെ വ്രതചര്യയുണ്ട് അവർക്ക്. ഇന്നത്തെ വ്രതം എന്തെന്ന് ശബരിമലയ്ക്ക് പോകുന്നത് എങ്ങനെയാ? കുലാചാരം നഷ്ടപ്പെട്ടതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇന്നെങ്ങനെയാ? സ്ത്രീകൾ കയറണ്ടാന്ന് എല്ലാവർക്കും വലിയ കാര്യമാണ്. പക്ഷെ ആണുങ്ങൾ പോകുന്നതോ? തലേ ദിവസം കള്ളു കുടിച്ച് ഇന്ന് വന്ന് മാലയിട്ട് പോകുന്നു. തിരക്ക് കൂടാനൊരു കാര്യം അതുകൊണ്ട്. ഇപ്പൊ കുലാചാരമാണെങ്കിലോ അല്ല, ഇവർ വീട്ടിൽ നിന്ന് വിട്ടുനിന്ന് പുഴവക്കത്ത് ടെന്റ് കെട്ടി അവിടെ കഞ്ഞി വെച്ച് കുടിച്ചിട്ട് അവർ മലയ്ക്ക് പോകുന്നേ. നമ്മൾ മാലയിട്ട ഇപ്പൊ വീട്ടിലുള്ള പെണ്ണുങ്ങളെ പറഞ്ഞയച്ച് നമ്മൾ വീട്ടിലിരിക്കുന്നതാണ് അവർക്ക് ആർത്തവുണ്ട്. പക്ഷെ അതല്ല വ്രതം, അത് കുലാചാരം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. വ്രതം എന്ന് പറയുന്നത് നമ്മുടെ കുലദേവതയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ്. എന്താണ് ആ കുലദേവതയ്ക്ക് കൊടുക്കാൻ? നമ്മൾ മാറി നിന്ന് നമ്മൾ വ്രതം എടുത്തു പോകും. അവിടെ മലവാരത്തമ്മ, കുറത്തി, അത് നീലി സങ്കല്പമാണ്. അപ്പൊ ഇതുപോലെ വൈദികന്മാർക്കൊരു കുലദേവതാ സങ്കല്പമുണ്ട്. ആ വൈദികന്മാരുടെ കുലദേവതാ സങ്കല്പമാണ് ഗായത്രി. ഇതിൽ പലർക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. വൈദികന്മാരുടെ മാത്രം കുലദേവതയാണ് ഗായത്രി. എന്താ കാര്യം? ത്രിപാദങ്ങളോടുകൂടിയിരിക്കുന്ന ഗായത്രി. തത്സവിതൂർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ത്രിപാദങ്ങളോടുകൂടിയിരിക്കുന്ന ഗായത്രി അത് മൂലാധാരസ്ഥിതമാണ്. മൂലാധാരസ്ഥിതമായത് കൊണ്ട് തന്നെയാണ് ധിയോ യോ ന പ്രചോദയാത് എന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രകാശിക്കേണ്ട ബുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഗായത്രി മന്ത്രത്തിലൂടെ. പ്രകാശിച്ച ബുദ്ധിക്ക് വേണ്ടിയിട്ടാണല്ല, പ്രകാശിച്ച ബുദ്ധിയല്ല. അതായത് സാധന ചെയ്യുകയാണ്. തൻ്റെ ബോധതലം വിടരണേ, തൻ്റെ സഹസ്രതലപത്മം വിടരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പുലാധാരത്തിലാണ്. ആ പുലാധാരത്തിൽ ആരാധന ചെയ്യുമ്പോൾ സാധനയുടെ ആദ്യപടി പ്രണവം ജപിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഗായത്രി ഉപദേശിച്ച് പിന്നീട് വൈദികന്റെ കുല ആചാരത്തിന്റെ ഘട്ടം എന്താ? അഗ്നിഹോത്രം. എന്തിനാ അഗ്നിഹോത്രം ചെയ്യണേ? അടുപ്പിൽ ചായ ഉണ്ടാക്കാനല്ല. അഗ്നിമീളെ പുരോഹിതം എന്ന് പറഞ്ഞു തുടങ്ങുന്നത് മൂലാധാരസ്ഥിതമായിരിക്കുന്ന കുണ്ഡലിനി സ്വരൂപമായിരിക്കുന്ന ആ മൂലാധാര അഗ്നി ഉദിച്ചുയരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടാ. ആധാരങ്ങൾ ഭേദനം ചെയ്ത് സഹസ്രാരത്തിലേക്കെത്തി അവൻ ഗായത്രിയുടെ 4ാമത്തെ പാദത്തെ രുചിക്കണം.
നാലാമതൊരു പാദമുണ്ട്. വേദം 3 അല്ല 4. നാലാമത്തെ പാദം രഹസ്യമാണ്. അത് ഗുരുവിൽ നിന്ന് പിന്നീട് ലഭിക്കേണ്ടതാണ്. അപ്പോൾ ഗായത്രി 24 പോയി 32 അക്ഷരം വരും. മഹാഷോഡശി സംഖ്യ വരുന്നുണ്ട് അവിടെ. അപ്പൊ ആ ഗായത്രിയിൽ നിന്ന് നമ്മൾ മഹാഷോഡശിയിലേക്കുള്ള പ്രയാണം വൈദികൻ നടത്തുന്നതിന്റെ ഭാഗമാണ് ഗായത്രി സാധന. അതാണ് അവരുടെ കുലദേവത, അവരുടെ ആരാധന. അത് ഈ പൊലയം പോയിട്ട് പിറ്റേന്ന് പോയിട്ട് പൂണോലിട്ട് ഗായത്രിയും ജപിച്ച് അവൻ അതിലൂടെ പോകേണ്ട ആവശ്യമില്ല. പോകുന്നതിന് വിരോധമില്ല. അതാണ് നമ്മളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ. പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ, ഒരു കൺവെർഷനാണത്. ഒരു കൺവെർഷനാണ്, സംശയമൊന്നുമില്ല. അവൻ്റെ കുലദേവതയെ മാറ്റുമ്പോൾ കൺവെർഷനാണ് എല്ലാ അർത്ഥത്തിലും. അവൻ അത്രയും ദിവസം ചിലപ്പോൾ മീൻചാറ് വെച്ചിരുന്ന വീടാവും. അവൻ ഈ ഗായത്രി ജപിക്കുമ്പോൾ അതോടുകൂടി അവനോട് പറയുന്നത് കഴിക്കരുതെന്ന് പറയും. അവനെന്ത് ചെയ്യും? മറ്റേ ശ്രീനിവാസൻ ചിന്താവിഷ്ടയ ശ്യാമളയിലെ പോലെ പോയിട്ട് കലം തല്ലിപ്പൊടിക്കും. പിന്നെ അവൻ്റെ വീട്ടിലാകെ പ്രശ്നം എന്താണ്? അതവിടെ യോജിക്കാൻ കഴിയില്ല. അവിടെ സംഘടന തുടങ്ങി. അപ്പം ഇവനെ ഇവരെല്ലാവരും ഇങ്ങനെ കഴിക്കുന്നവരാണുള്ള അർത്ഥമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കരുത്. അപ്പം അവിടെ ഇവരുടെ സമയമാവുമ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പായാലും പറഞ്ഞിട്ടോ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ഗായത്രി സാധന വൈദികന്മാർ ചെയ്യുന്നത് അവരുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാ. അപ്പൊ ഇവിടെ ഈ പുലയർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പറയർ എന്ന് പറയുന്ന, വേട്ടുവർ എന്ന് പറയുന്ന, നായർ എന്ന് പറയുന്ന, ഈഴവൻ എന്ന് പറയുന്ന, നാടാർ എന്ന് പറയുന്ന, അരയൻ എന്ന് പറയുന്ന ആൾക്കാർ ഈ ശക്തി സാധന ഗായത്രി അല്ലെങ്കിൽ പിന്നെന്താ ചെയ്യുന്നത്? അവർക്ക് വേദമാതാവിന്റെ ഗായത്രി അല്ല, അവർക്ക് ദശമഹാവിദ്യയാകുന്ന ഗായത്രിയാണ് അവർ ജപിക്കുന്നത്. അവിടെ കാളി ഉണ്ടായിരിക്കാം, താര ഉണ്ടായിരിക്കാം. താര എവിടെയാ? കേരളത്തിൽ താരയാണ് ഈ പറയുന്ന നീലി. പക്ഷെ ഇത് എത്ര ആൾക്കറിയാം താര നീലിയാണെന്ന്? നീലി ആരാധിക്കാന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? അത് പട്ടികജാതിക്കാരൻ്റെ, പട്ടികവർഗക്കാരൻ്റെ, ആദിവാസിയുടെയൊക്കെ ആരാധനയാണ്. രണ്ടാം നമ്പറാ. വെറുതെ പറയല്ല, ചണ്ടളവ് വെറുതെ പറയുകയാണോ? നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിലൊരു ഗണപതി ഹോമത്തിന് നിങ്ങളൊരു ഈ പറയുന്ന നീലി സാധന ചെയ്യുന്ന ഒരു മലയനെ വിളിച്ചോ പറയനെ വിളിച്ചോ നിങ്ങൾ അയാളെ കൊണ്ട് എന്തെങ്കിലും സംഭവം ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? 2 നമ്പർ ആയതുകൊണ്ടല്ലേ. 1 നമ്പർ ആണെങ്കിൽ നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്, നിങ്ങൾ അവരെ വിളിക്കണ്ടേ? നിങ്ങളുടെ വീട്ടിൽ കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് നിങ്ങൾ മലയനെ വിളിക്കുന്നുണ്ടോ? പറയനെ വിളിക്കുന്നുണ്ടോ? വേട്ടുവനെ വിളിക്കുന്നുണ്ടോ? എന്തുകൊണ്ടില്ല? തന്ത്രപാരമ്പര്യമുള്ളത് ഇവനല്ലേ, മറ്റത് വൈദിക പാരമ്പര്യമല്ലേ? നാം ഹിന്ദുവാണ്, നാം ചിന്തിക്കണം. നാം ഹിന്ദുവാണ്. നമ്മുടെ ഹിന്ദുത്വം എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഈ കുലാചാരത്തിൻ്റെ ഈ വീക്ഷണത്തിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവരാരാധിക്കുന്നത് ഇവരുടേതായിരിക്കുന്ന മൂലാധാരത്തിൽ. നമ്മളിവിടെ പറഞ്ഞ പൂ എന്നാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മൂലാധാരം എന്ന് പറയും, നമ്മൾ പുലാധാരം എന്ന് പറയും. രണ്ടും ഒന്നെന്നെയാണ്. പക്ഷെ എന്താണ്? ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇങ്ങനെയും പറയാമല്ലോ. കുറച്ചു നാൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഇപ്പൊ നമ്മൾ ആരംഭത്തിൽ തുടങ്ങിയത് ആദിമുത്ത സമാരംഭാൻ ചണ്ടാളമുത്ത മധ്യമാം അസ്മത് ആചാര്യ പര്യന്താം വന്ദേ മുത്ത പരമ്പര എന്നാ. മധ്യഗുരുവായിട്ട് നമ്മൾ ചണ്ടാളനെയാണ് പറഞ്ഞത്. നിങ്ങൾ എത്ര ആൾക്ക് പറയാൻ കഴിയും? നമ്മളല്ല ചണ്ടാളനെന്ന് നിങ്ങൾക്കും അറിയാം, പക്ഷെ നിങ്ങൾക്കത് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തോ ഒരു സാധനം കിടക്കുന്നുണ്ട്. അതെടുത്ത് വലിച്ചെറിയുമ്പോൾ നമ്മൾ ചണ്ടാളനെ ഗുരുവായി കാണും. ശങ്കരന് പോലും മാർഗദർശനം കൊടുത്ത ചണ്ടാളനെ ഗുരുവായി കാണും. ഇത് നമുക്ക് സാധ്യമല്ല എന്നുള്ളിടത്താണ് നമ്മളുടെ പ്രശ്നം. എന്താണ്? നമ്മളിപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ ഹിന്ദുക്കളിൽ വിവേചനമില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ദൈവങ്ങളിൽ പോലും SC ST OBC ജനറൽ കാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ ഗായത്രി ജപിക്കുന്ന ആളാണെങ്കിൽ പാരമ്പര്യമാണെങ്കിൽ ഓക്കെ, മറ്റുള്ളവർ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്നു. അവിടെയാണ് പുലാധാരത്തിൽ ആണ് കാളിയെ എന്താണ് അവിടെ ത്രിപുരങ്ങളോട് കൂടിയിരിക്കുന്ന ത്രികോണം. ആ ത്രികോണത്തിൽ ത്രിപുരങ്ങൾ 3 മൂലയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ത്രികോണത്തിൽ ഇത് തന്നെയാണ് കാളി, ഇത് തന്നെയാണ് നീലി, ഇത് തന്നെയാണ് അപ്പൊ താര, ഭുവനേശ്വരി ഒക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ അത്യാവശ്യം പൂജ വഴിപാടെ കാണുന്നവരാ. അല്ലാത്തവർക്കൊന്നും ഇങ്ങോട്ട് വരാൻ തോന്നില്ല. അവരൊക്കെ കൂടെ അങ്ങോട്ട് നടക്കുന്നുണ്ടായിരിക്കാം. ഇവിടേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നുമെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈന്ദവമായിട്ടൊരു കാഴ്ചപ്പാട് ഉണ്ടാവണം എന്നുള്ളവരെ വരുള്ളൂ. അപ്പോൾ അറിയാം. അപ്പോൾ ഈ ത്രികോണം തന്നെയാണ് ഗായത്രി എന്ന് പറയുമ്പോൾ ആ ത്രികോണം തന്നെയാണ് ഇവരുടെ കാളിയും നീലിയും പുലക്കുട്ടിയും ഒക്കെ. അതിനെ ഇവർ അതേ രീതിയിൽ ആരാധിച്ചുയരുകയല്ലേ വേണ്ടത്? അതോ ഇവർ മറ്റൊന്നിനാകണോ? ഇവരുടെ കുലദേവതയല്ലേ? നമ്മൾ നമ്മുടെ അമ്മയെ എന്ന് വിളിച്ചിട്ടല്ലേ അപ്പുറത്തെ ജാനകി അമ്മേന്ന് വിളിക്കേണ്ടുള്ളൂ, ഇല്ലേ? പക്ഷെ നമ്മൾ എന്തുകൊണ്ടത് പഠിക്കുന്നില്ല? ചിലർ പറയും പഠിപ്പിക്കാനൊന്നും ആളില്ലല്ലോ. അതൊക്കെ വെറുതെയാണ്. നമ്മളിപ്പോൾ എത്രയോ കാലമായിട്ട് തിരുവനന്തപുരത്തിന് എത്ര തവണ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കുലദേവത ആരാധനയിൽ ഹൈന്ദവർ തന്നെ വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യമാണ് പഞ്ചമകാര സാധന. എല്ലാവരും അത് ചെയ്യണമെന്നില്ല. തന്ത്രത്തിന് ചില ഭാവങ്ങളുണ്ട്. തന്ത്രം അതിൽ ദക്ഷിണവും വാമവും സിദ്ധവും കൗളവും മിശ്രവും എല്ലാം ഉണ്ട്. നമ്മളുണ്ടാക്കിയതല്ല. നിങ്ങൾ ശിവനിൽ വിശ്വസിക്കുന്നു എങ്കിൽ ഭഗവാൻ ശിവന്റെ വാക്കുകൾ വിശ്വസിച്ചേ പറ്റുള്ളൂ.
ഭഗവാൻ ശിവൻ പറയുന്നത് മദ്യം മത്സ്യം മാംസം മുദ്ര മൈഥുനമേവച മകാരപഞ്ചകം ദേവി ദേവതാ പ്രീതികാരം എന്ന. മദ്യം മത്സ്യം മാംസം മുദ്ര മൈഥുനം 5 കാര്യങ്ങൾ ദേവീൻ ദേവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെന്ന് പൂജയിലുണ്ടേന്നാ. അപ്പൊ ചില ആചാര്യന്മാർ പറയും, നിങ്ങൾ എന്നെ കേൾക്കും, അതെല്ലാം പ്രത്യക്ഷത്തിലല്ല, അതെല്ലാം അതിൻ്റെ എല്ലാം ഭാവാർത്ഥം എടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ ഒരു സംശയം വരും. കുളാർണവതന്ത്രം തന്നെ പറയുന്നു, മാംസാഭാവേന ലശുനം സാദ്രകം നാഗരന്തൂവാ ആദായ പൂജയാന്തേവി എന്നൊരു പ്രമാണം ഉണ്ടായി. അത് മാംസത്തിന്റെ അഭാവത്തിൽ ഈ ചുക്ക് ഇഞ്ചി സവാളയൊക്കെ വെക്കാന്നാ. അപ്പൊ ഈ ചുക്കും സവാളയൊക്കെ എന്താ പ്രതീകാത്മകമായിട്ട് എന്താ എടുക്കുക? എന്ത് ചുക്ക എടുക്കുക? നമ്മളെ നാട്ടിലൊക്കെ പറയും എന്ത് ചുക്കാന്ന് ചോദിക്കും, അല്ല എന്ത് ചുക്ക എടുക്കുക? ഇവിടെയാണ് കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ. നമ്മളെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പോരായ്മ. ഈ വേദി ഒരു ഇസ്ലാമിക വേദിയാണെങ്കിൽ, ചണ്ടാളബാബു പങ്കെടുത്തിട്ടുണ്ട് അവരുടെ വേദിയിൽ, ഇങ്ങനെ കിടക്കില്ല. അത് കേട്ട തന്നെ കേൾക്കുള്ളൂ. 114 അധ്യായങ്ങളുള്ള ഖുറാനിൽ പറയുകയാണെങ്കിൽ അത് തന്നെ അവർ കേൾക്കുള്ളൂ. പക്ഷെ എന്നാലും വന്നിരിക്കും. നമ്മളോ, ഞങ്ങൾക്ക് ഇതറിയാം എന്താണ് ഇതിപ്പോ ശിവനും പാർവതിയും ശങ്കരനാരായണനും ചാത്തനും നീലിയും ഒക്കെ അല്ലേ. അവിടെയാണ് നമ്മൾ അറിവുള്ളവരാണ്, പക്ഷെ നമുക്ക് വീണ്ടും വീണ്ടും വിചാരം ചെയ്യാം. നമ്മുടെ ഋഷിപര്യന്മാർ അങ്ങനെയായിരുന്നു, വിചാരം ചെയ്തുകൊണ്ടേയിരുന്നു. എന്താണ്, നമ്മളൊരു ധർമ്മത്തെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കല്ല, ധർമ്മത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ നാം തയ്യാറാണ്. അപ്പൊ അവിടെ പഞ്ചമകാരങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചമകാരങ്ങൾ തന്നെയാണ്. മദ്യം മത്സ്യം മാംസം മുദ്ര, ഈ 4 കാര്യങ്ങൾ എടുത്താൽ തന്നെ കുലദേവത ആരാധനയിൽ ഓരോ വിഭാഗത്തിനും മദ്യവും മത്സ്യവും മാംസവും മുദ്രയും വെച്ചുള്ള ആരാധനയുണ്ട്. ഇന്നസെന്റിന്റെ ഭാഷയിൽ പറഞ്ഞ ആർമാദനമില്ല. ശ്രദ്ധിക്കണം, ആർമാദനമില്ല, ആരാധനയേ ഉള്ളൂ. ചണ്ടാളബാബ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് പഞ്ചമകാര ചെയ്യുന്ന സാധന ചെയ്യുന്ന ഒരു പരമ്പരയിൽ വന്നുകൊണ്ടാണ്. നിങ്ങൾക്ക് ആർക്കും നമ്മളുടെ അടുത്ത് വന്ന് നോക്കാം, നമ്മളൊരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് നമ്മളുടെ ബ്ലഡ് കൊണ്ടുപോയി പരിശോധിക്കാം, നമ്മളൊരു തുള്ളി മദ്യം ഇപ്പൊ കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിക്കാനുള്ളതല്ല, ആരാധനയ്ക്കുള്ളതാണ്. ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന കിണ്ടിയിലുള്ള തീർത്ഥം ആരാധനയ്ക്കുള്ളതാണ്, തിരുമേനിക്ക് കുടിക്കാനുള്ളതല്ല, ഭക്തർക്ക് കുടിക്കാനുള്ളതല്ല. എന്നാൽ അവിടെ ചെന്നാൽ നമ്മുടെ കയ്യിലേക്ക് തരിക എന്താണ്? തീർത്ഥാണോ? അത് നമ്മൾ കുടിക്കുന്നില്ലേ? ദാഹം തീരുന്നുണ്ടോ? ആന്തരിക ശുദ്ധി വരുന്നുണ്ട്. അപ്പൊ ശുദ്ധി തത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ദ്രവ്യമാണ് കൗളമാർഗത്തിൽ മദ്യം. ആ മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈദിക പറഞ്ഞ യാഗങ്ങളിൽ സോമം ഇടിച്ചു പിഴിയാൻ വേണ്ടി ആർക്കൊക്കെയാണോ നിയോഗമുള്ളത്, സാധാരണ അദ്വൈതമായിരിക്കുന്ന യാജ്ഞികന്മാർ യജുർവേദികളാണ്, അവർ കാളത്തോലിലിട്ടിട്ട്, ഇതൊക്കെ നിങ്ങൾ പോയിന്റ് ചെയ്യാനാ, കാളത്തോൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാള തോല് കിട്ടണമെങ്കിൽ കാള വന്നിട്ട് അതിൻ്റെ പോലും മട്ട് ഉരച്ചോ എന്ന് പറയില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ കാളത്തോലിലിട്ടിട്ട് ആണ് ആ സോമം ഇടിച്ചു പിഴിയുന്നത്. ആ സോമം ഇടിച്ചു പിഴിഞ്ഞത് യാഗത്തിന് ഉപയോഗിക്കുന്നു, അതിന്റെ ശിഷ്ടം അവർ ഭുജിക്കുന്നു. ഇതുപോലെ കൗളമാർഗത്തിന്റെ പൂജാപദ്ധതി കുലപൂജാ പദ്ധതിയാകുമ്പോൾ അവിടെ സോമലതയല്ല, ചെത്തിയെടുത്ത കള്ളാണ്. ആ ചെത്തുകാരായിട്ട് യാജ്ഞികന്മാരെ ഉണ്ടാക്കി. ആരാ ചെത്തുകാര്? നമ്മൾ ചെത്തുകാരനല്ലാണ്ട് ആക്ഷേപിക്കാനാ വിളിക്കല്ലേ? എന്തുകൊണ്ട് നമ്മൾ അദ്വൈതവിനെ ആക്ഷേപിക്കുന്നില്ല? എന്തുകൊണ്ട് ആക്ഷേപിക്കുന്നില്ല? അഗ്നിഹോത്രികളെയും സോമയാജിപ്പാടന്മാരെയും ഒന്നും നമ്മൾ എന്തുകൊണ്ട് ആക്ഷേപിക്കുന്നില്ല? എന്തുകൊണ്ട് ഈഴവരും തീയരൊക്കെ വരുന്ന സമയത്ത് ചെത്തുകാര എന്ന് വിളിക്കുന്നു? ചെത്തിയത് പരമേശ്വരന്റെ പൂജയ്ക്ക് വേണ്ടിയിട്ടാ, പരാശക്തിയുടെ പൂജയ്ക്ക് വേണ്ടിയിട്ടാ. പിന്നെ എവിടെയാണ് തെറ്റ്? ആ പൂജയ്ക്ക് വെക്കേണ്ട ദ്രവ്യം അവന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചതാണ് തെറ്റ്. അത് തെറ്റാ. കേവലം വിഷയാസക്ത പദത്വേന സംശയ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ ആസക്തിയുള്ളവൻ പതിക്കും. അത് ഈ അണ്ണാക്കിലേക്ക് കള്ളൊഴിക്കൽ മാത്രമല്ല, ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് വിഷയാസക്തിയാണ്. എന്താണ്? ഞാൻ ബ്രാഹ്മണനാണ്, നമ്മൾ ചണ്ടാളനാണെന്ന് കരുതുന്നു, അങ്ങനെ തന്നെയാണ്. ഞാൻ സന്യാസിയാണ്, ഞാൻ നായരാണ്, നമ്പൂരിയാണ്, ഈഴവനാണ്, ഇതൊക്കെ കുന്തിക്കല, ഇതൊക്കെ എണ്ണാക്കലൊഴിക്കല. അവിടെ വിഷയത്തിൽ ആസക്തിയാണ്. നമ്മൾ എങ്ങനെയാകും നമ്മൾ കുലദൈവത്തെ ആരാധിക്കണം? അപ്പോൾ മദ്യം എന്ന് പറയുന്നത് പ്രത്യക്ഷാർത്ഥം തന്നെയാണ്, ആരാധനയ്ക്ക് ഉപയോഗിക്കണം. എന്താണ്? അതില്ലാത്ത തറവാടുകൾ നിങ്ങൾ നോക്കണം. നിങ്ങൾ ഗവേഷണ ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകൂ. മദ്യാരാധന നടത്തിയിരിക്കുന്ന പല തറവാടുകളും അതിൻ്റെ പേരിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒട്ടനവധി മദ്യപാനികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. സയന്റിഫിക് ആയിട്ടുള്ള കാര്യമൊന്നും ചോദിക്കണ്ട. എന്താ കാര്യം? നമ്മൾ സയന്റിഫിക്കുകാരനല്ല. ഞാൻ സയന്റിഫിക് ആയിട്ട് പറയാൻ വന്ന സയന്റിസ്റ്റ് അല്ല. സനാതനധർമ്മത്തിന്റെ ആർഷ പാരമ്പര്യത്തിന്റെ അനുഭവങ്ങളായിരിക്കുന്ന തത്വജ്ഞാനത്തെയാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്, നിന്നെ കാണുന്ന പോലെ കണ്ടിട്ടുണ്ട്, നിനക്കും കാണാമെന്ന് പറഞ്ഞു തന്ന ശ്രീരാമകൃഷ്ണ പരമഹംസദേവരെ പോലെയുള്ള ഗുരുവര്യന്മാരുടെ പരമ്പരയിൽ നിന്നാണ് ചണ്ടാളഭാവയും വരുന്നത്.
അതുകൊണ്ട് സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ നമുക്ക് ടെസ്റ്റ് ട്യൂബിന്റെ ആവശ്യമില്ല, അതുള്ളതാണ്. വിശ്വാസഭൂയിഷ്ഠം പ്രമാണം എന്നാണ് പരശുരാമൻ നമ്മെ പഠിപ്പിച്ചത്. വിശ്വാസം തന്നെ. സമ്പ്രദായ വിശ്വാസ്യാഭ്യാം സർവഫലസിദ്ധി. ഈ പറയപ്പെടുന്നുള്ള വിശ്വാസം കൊണ്ട് ഫലസിദ്ധി നേടിയത് കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, കൈകൊണ്ട് തൊട്ടറിഞ്ഞതാണ്, ഹൃദയം കൊണ്ട് അടുത്തേക്ക് ചേർത്തതാണ്. അതുകൊണ്ടുള്ളതാ. ഇത് ചെയ്യാതെ അഭിപ്രായം പറയുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. ആന ചൂലാണെന്നും മാല തൂണാണെന്നും ആന മുറമാണെന്നൊക്കെ പറയും. നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് മദ്യം വെക്കാതെ ആരാധിക്കുന്നിടത്ത് ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായി വരുന്നു എന്നുള്ളത് അത്തരം വിചാരം ചെയ്യാം. ഇനി മാംസമാണെങ്കിലും, മാംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമ്പ്രദായത്തിനും ബലി വ്യത്യാസമാണ്. കൂടുതൽ പാരമ്പര്യത്തിൽ പെണ്ണായിരിക്കുന്ന മൃഗങ്ങളെ ബലി കൊടുക്കാറില്ല. കൂടുതൽ പാരമ്പര്യത്തിൽ പല ആചാരങ്ങളിൽ മുത്തിക്ക് കൊടുക്കൽ പെടക്കോഴിയെ ബലി കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ആ പതിവില്ല. എന്നിരുന്നാൽ പോലും പുരുഷവർഗത്തിലാണ്, അംഗവൈകല്യം ഉണ്ടാകാൻ പാടില്ല. പശുവിനെ ബലി കൊടുക്കുന്ന രീതി കൗള പാരമ്പര്യത്തിലില്ല. മറ്റു പാരമ്പര്യത്തിലുണ്ടോ നമ്മൾ പറയുന്നില്ല, അതൊരു വിവാദ വിഷയമാവും നമ്മൾ പറയുന്നില്ല. പക്ഷെ കൗള പാരമ്പര്യത്തിലും തന്ത്ര പാരമ്പര്യത്തിലും പശുവിനെ ബലി കൊടുക്കില്ല. മലവാര പാരമ്പര്യത്തിലും പശുവിനെ ബലി കൊടുക്കില്ല. പശു എന്ന് പറയുന്നത് മൃഗം എന്ന അർത്ഥത്തിലല്ല, ഗോ എന്ന അർത്ഥത്തിലാണ്. അതിന് ഈ പാരമ്പര്യം ബലി കൊടുക്കുന്നില്ല. പിന്നെ മലയാള മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ആടും കോഴിയും മാത്രമാണ് കാര്യമായിട്ടുള്ള ബലി. ആടും കോഴിയുമാണ്. ഇതെന്തിനാ ബലി കൊടുക്കുന്നത്? ബലി തത്വമാണ്. നിങ്ങളൊക്കെ ഭഗവത്ഗീത പഠിക്കുന്നവരാണ്. അസ്ത്രം കൊണ്ടും ആയുധം കൊണ്ടും തീ കൊണ്ടൊന്നും ആത്മാവിനെ ഹനിക്കാനാവില്ലല്ലോ അർജുന എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ആരെങ്കിലുമൊക്കെ വായിച്ചെന്നാൽ മനസ്സിലാക്കും. നിങ്ങളൊക്കെ ചിലപ്പോൾ സംസ്കൃതം അറിയുന്നവരാണ്. കണ്ടാളെ വായിക്കാൻ സംസ്കൃതം അറിയില്ല. അപ്പം എങ്ങനെ മനസ്സിലാക്കും? ദ്വാപരയുഗത്തിലാണല്ലോ ഭഗവാൻ കൃഷ്ണന്റെ അവതാരം, അല്ലേ? അപ്പം അതിൻ്റെ മുമ്പ് അതൊന്നും പഠിക്കണ്ടേ? വേണ്ടേ? കൃഷ്ണൻ എവിടെ നിന്ന് കിട്ടി? വിഷ്ണു വംശത്തിൽ പറഞ്ഞ കൃഷ്ണൻ എവിടെ നിന്ന് കിട്ടി? കൃഷ്ണന്റെ വൃഷ്ണി കുലത്തിൽ നിന്ന് കിട്ടി. ആ കുലത്തിൽ നിന്ന് കിട്ടിയ അറിവിന് ഇവിടെ ഒരു കുല ആചാരം ഉണ്ടായിരിക്കണം. അതാണ് ബലി. എന്താണ്? ഞാൻ കൊല്ലുന്നുമില്ല, അത് ചാവുന്നുമില്ല, നാളെ ഞാനും കേവലം ജഡം. അഹങ്കാരം അവിടെ ഇല്ലാതാകുന്നു. സഹജീവികളോട് കരുണയുണ്ടാകും. കരുണാനിധി നബി അല്ലോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് അനുഭവമാണ്. കരുണയുണ്ടാവും. നമ്മളുടെ ആശ്രമത്തിലൊരു കുട്ടി ഒരു ഉറുമ്പിനെ നോവിക്കുകയാണെങ്കിൽ നമ്മൾ പറയാ അരുതേ എന്നാ പറയാറ്. ചണ്ടളപ്പ കോഴി ഇറക്കുന്ന അരുതേ. എവിടെയാണ്? ആ ആരാധനയ്ക്ക് വേണ്ടി നിഷ്കർഷിച്ചത് മാത്രമേ ചെയ്യുള്ളൂ, അതിൻ്റെ അപ്പുറം ചെയ്യില്ല. ബലിയർത്ത പിന്നെ കഴിക്കുന്നത് വായിക്ക് രുചിയായിട്ടല്ലേ? അങ്ങനെയാണല്ലോ നിങ്ങൾ. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ഞങ്ങളോടൊക്കെ, നിങ്ങൾ ഇന്ന് ആ പച്ചമാംസം തിന്ന്. ഞങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളൊക്കെ പച്ചമാംസം കഴിക്കുന്നവർ കൂടിയാണ്. നിങ്ങൾ പലർക്കും ചിലപ്പോൾ ഛർദ്ദിക്കാൻ വരും. അപ്പം അത്തരം ചോദ്യങ്ങളൊക്കെ അപക്വമാണ്. നിങ്ങൾ കണ്ടതല്ല തന്ത്രസാധന, അപക്വമാണ്. പച്ചമാംസം കഴിക്കും. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്? അതിനൊരു ടേസ്റ്റ് ഉണ്ട്. കാരണം ഞങ്ങൾ രുചിക്ക് വേണ്ടിയിട്ടല്ല മാംസം കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹോട്ടലിൽ കയറി കഴിച്ചാൽ പോരെ, അൽഫാമോ കുഴിമന്തിയോ ഒക്കെ കഴിച്ചാൽ പോരെ. അതല്ല ഉദ്ദേശം. അപ്പൊ അതിനെ ബലി ഇറക്കുമ്പോൾ ഭഗവത്ഗീതാകാരൻ പറഞ്ഞ ആത്മാവിന്റെ പ്രയാണത്തിന്റെ തത്വത്തെ നമുക്ക് ലഭിക്കുന്നു. ഇന്ന് നമ്മളെല്ലാം ഇതിനെതിരാണ്. നാരായണ ഗുരുദേവൻ പോലും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം കുറെ സാത്വിക മൂർത്തികൾ എടുത്തു വെച്ച് തന്നു. ഉണ്ടായതോ മൂർത്തികളൊക്കെ പാലും പഞ്ചാമൃതവും പാൽപ്പായസമൊക്കെ ആയി. നമ്മളുടെ ബിസിനസ് തന്നെ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞതാവും. പിന്നെ കൂടാതെയോ നമ്മളുടെ കല്യാണത്തിനൊക്കെ കോഴി ബിരിയാണിയാ. ഇവിടെ നമ്മൾ നാരായണ ഗുരുദേവന്റെ ആളുകളുമാണ്. ഇവിടെ കൗളമാർഗം പറഞ്ഞ പരമശിവനെ മൂക്കറ്റം തിന്നാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ തിന്നുന്നവൻ നരകത്തിൽ പതിക്കുന്ന പറഞ്ഞത്. നിവാസേ നരകേ ദിനാനു പശുരോമഭി. ആ മൃഗത്തിനോ പക്ഷിക്കോ എത്ര രോമമുണ്ടോ അത്രയും കാലം നിങ്ങളൊക്കെ നരകത്തിൽ കഴിയുന്ന. അതുകൊണ്ട് കോഴിയിറച്ചി തിന്നാൻ പോകുമ്പോൾ ഓർത്തോളൂ, നമ്മുടെ സമ്പ്രദായ പ്രകാരമല്ലാണ്ട് ഹലാൽ മാംസമോ അല്ലെങ്കിൽ വിശുദ്ധ മാംസമോ കഴിക്കുമ്പോൾ നമ്മൾ നരകത്തിൽ പതിക്കുമെന്നാ പറഞ്ഞത്. ഇത് ഫോളോ ചെയ്യുന്ന മുസ്ലിംസൊക്കെയാണ്. എന്താണ്? അവർ ബിസ്മി ചൊല്ലി അറക്കാത്തത് കഴിക്കില്ല. നമുക്ക് എന്തായാലും കുഴപ്പമില്ല. ഫലമോ നമ്മളെ കുട്ടികൾ മതം മാറിപ്പോവും. എന്താണ്? അവർക്കിപ്പോൾ നാളെ പോയിട്ട് പ്രാതരഗ്നിയും ചൊല്ലിയിട്ട് പഠിച്ചിട്ടും അല്ലെങ്കിൽ ഗായത്രി ജപിച്ചിട്ടും അല്ലെങ്കിൽ 3 മണിക്ക് നേരത്തെ വിളിച്ച് കുളിച്ച് സന്ധ്യാവന്തനം ചെയ്തിട്ടൊന്നും അവർക്ക് ഇതൊന്നും പഠിക്കാൻ കഴിയില്ല. പിന്നെ പെട്ടെന്ന് കാര്യമുണ്ട്, 5 മിനിറ്റ് കൊണ്ട് കയ്യും കാലും ഇങ്ങനെ കാണിക്കാം. നിസ്കാരം നടന്നു. ഒരുപാട് ഒരു പെണ്ണ് കെട്ടാനില്ലേ നമ്മളെ ചെറുപ്പക്കാർക്ക്? അവിടെ പോയാൽ 4 കെട്ടാം. നമുക്കെല്ലാം നോക്കണം. അപ്പം അവിടെ അത്തരം പഴുതുകൾ ഉണ്ടാവുകയാണ്. അപ്പം അതുകൊണ്ട് കുല ആചാരത്തെ നമുക്ക് ഈ സമയ ലിമിറ്റേഷൻ ഉണ്ടാവുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ ഇത് വെച്ച് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പം അതുകൊണ്ട് കുല ആചാരത്തെ അടുത്തറിയാൻ ടെൻഡൻസി എങ്കിലും ഇപ്പോൾ ഭുവനേന്ദ്രൻജി കൂടി സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകണം നമ്മുടെ മനസ്സിൽ. നമ്മൾ അച്ഛനെ അറിയില്ലെങ്കിൽ അല്ല അമ്മയെ അറിയില്ലെങ്കിൽ ഇതുണ്ടാവില്ലേ? എൻ്റെ അച്ഛനാരാ, എൻ്റെ അമ്മയാരാ,
ഇതുപോലെ നിങ്ങൾക്ക് അറിയാനാകണം. അല്ലാണ്ട് വളർത്തമ്മയായിട്ട് ഹിന്ദു ധർമ്മത്തില് ഈ ജാതി ഉച്ചനീതത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ മതപരിവർത്തനം രൂക്ഷമായപ്പോൾ ചില ആചാര്യന്മാർക്ക് തോന്നി, എങ്കിൽ ഉള്ളത് നമുക്കറിയുന്നത് ഈ സമാജത്തിലേക്ക് കൊടുക്കാം, അത് വെച്ച് ഈ പരിവർത്തനം ഒന്ന് നമുക്ക് തടഞ്ഞു നിർത്താം. അങ്ങനെ അവരുടെ സന്മനസ്സോടുകൂടി അവരുണ്ടാക്കിയെടുത്ത ഈ ഗായത്രി മന്ത്രവും ഈ വേദപഠനവും ഒക്കെ നിങ്ങളുടെ പെറ്റമ്മയാണെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പെറ്റ അച്ഛനാണെന്നും കരുതി അതിൻ്റെ പുറകെ ഇനി പോകേണ്ടതില്ല. ഹിന്ദു കൂടുതൽ ഉണർന്നിരിക്കുന്നു. അവർക്കവരുടെ കുലാചാരത്തെക്കുറിച്ച് പഠിക്കാനും അറിയാനുമുള്ള സാധ്യതകളുണ്ട്. അത്തരം വേദികൾ ഇത്തരം സംഘടനകൾ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും എൻ്റെ അമ്മയാരെ എന്ന് ചോദിക്കുന്നത് പോലെ നിങ്ങൾ ചോദിക്കുക, ആരാണ് എൻ്റെ കുലദേവത എന്നുള്ളത്. ആ കുലദേവതയെ അന്വേഷിച്ച് കണ്ടെത്തി അതിനെന്താണോ ആചാരം അത് ചെയ്യാൻ മടിക്കേണ്ടതില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടം ചിലപ്പോൾ മുറുക്കാനും വെറ്റിലേക്കെ ആയിരിക്കും, അതങ്ങോട്ട് കൊടുത്തോളൂ, നിങ്ങളുടെ അമ്മയല്ലേ. നിങ്ങളെ പോലെ നടക്കണമെന്ന് പറയരുതേ, അത് വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ കടന്നുകയറ്റമാണ്. ഇവിടെ നമ്മുടെ സർക്കാരുകൾ പോലും ഹിന്ദുവിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് മാത്രമേ കടന്നു കയറണേ. കേരളത്തിൽ നമ്മൾ ഈ പറഞ്ഞ പൂജയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. 1968 നിയമപ്രകാരം അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ഇത് ബാൻ ചെയ്തു. എന്താ കാര്യം? ഹിന്ദുക്കൾ കോഴീനെ ആടിനെയൊക്കെയാണ് അറക്കണത്, നമ്മൾ അറക്കുകയാണ്. അപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളോ അവരൊക്കെ മുത്തമിടുകയാണ്, ഒരു നാവുകൊണ്ട് ഇങ്ങനെ കാട്ടിയിട്ട് അറക്കുകയാണ്. അവിടെ അവർക്ക് കൊല്ലാൻ തിന്നാം. നമ്മളൊരു കോഴി ആടാണെങ്കിൽ അവർ പോത്തും പശു എന്തും ഇറക്കും. ഇത് നമ്മൾ കുറ്റം പറയുകയല്ല, അവർക്കാകാം, നമുക്ക് പറ്റില്ല. എന്താണ്? നമ്മൾ ചണ്ടന്മാരാണ്, നമുക്കിതൊന്നുമില്ലെങ്കിലും കുഴപ്പം. എന്താണ്? ഏതെങ്കിലും ഇബ്രാഹിം അർത്ഥ കോഴി നമുക്ക് തിന്നാം. ഇനിയിപ്പോൾ ഇത് പറഞ്ഞാലോ ആ ഹിന്ദുക്കൾ അതാ വിപ്ലവം ഇതാക്കാൻ വരുന്നു, അവർ വിഘടനം ഉണ്ടാക്കാൻ വരുന്നു, അവർ മൃഗീയമായിട്ടുള്ള സ്വഭാവം കൊണ്ടുവരുന്നു, അവർ മൃഗബലി നടത്തുന്നു, പൈശാചികാചാരം, പ്രാകൃതാചാരം. കോഴിയുടെ കഴുത്തറക്കണതാ, വേറെ എന്തൊക്കെ ഇവിടെ അർത്ഥ കളയുന്നുണ്ട്. അത് പ്രാകൃതമല്ല, അത് പ്രാകൃതമാകുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പവിത്രമായ വേദിയിൽ പറയുന്നത്? പറയും. നമ്മുടെ അമ്മയെ തെറി വിളിച്ചാൽ നമ്മൾ തിരിച്ചു പറയും, അങ്ങ് സന്യാസിയല്ലേ സ്വാമിയല്ലേ, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. സന്യാസിയും സ്വാമിയാണെങ്കിൽ ഇങ്ങോട്ടൊരു മര്യാദ വേണം, വേണ്ടേ? ഇങ്ങോട്ട് മര്യാദ വേണ്ടേ? ഇങ്ങടില്ലെങ്കിൽ അങ്ങോട്ടും ഉണ്ടാവില്ല. അതെന്താണ്? അതാണ് സനാതനധർമ്മം. ഇങ്ങോട്ട് മര്യാദ തന്നാലേ അങ്ങോട്ടും ഉണ്ടാവുള്ളൂ. അല്ലാതെ എപ്പോഴൊക്കെയാണോ നമ്മൾ ശാന്തരായി സാത്വികത പറഞ്ഞ് പുറകോട്ട് മാറിയിരിക്കുന്നേ അന്നൊക്കെ നമ്മൾ ആക്രമിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. എന്നാൽ എന്തുകൊണ്ട് ഈ കവാടത്തിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ കണ്ടത് ഛത്രപതി ശിവജി മഹാരാജിനെയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ മുഗളന്മാരോട് ഏറ്റുമുട്ടിയത്? വെറും ഗായത്രി മന്ത്രം ജപിച്ചിട്ടാണോ? നിങ്ങൾ വിചാരം ചെയ്യും. ഭവാനിക്ക് ഏത് രീതിയിലാണ് ഛത്രപതി പൂജ ചെയ്തതെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കും. പഴശ്ശി എങ്ങനെയാണ് യുദ്ധത്തിനിറങ്ങിയത് നിങ്ങളൊന്ന് അന്വേഷിക്കും. ഹിന്ദുവിനെ പഠിക്കൂ. ഗോവർദ്ധനം എടുത്തുയർത്തിയ കൃഷ്ണൻ എന്താണ് യാദവർക്ക് കൊടുത്ത ഉപദേശമെന്ന് നിങ്ങൾ വിചാരം ചെയ്യൂ. ഭഗവാന് വേണമെങ്കിൽ അഗ്നിഹോത്രം ചെയ്യാൻ പറയാമായിരുന്നു, യാഗം നടത്താൻ പറയാമായിരുന്നു. യാദവരോട് ഭഗവാൻ പറഞ്ഞത്, ഭഗവാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഉദ്ധവർക്ക് അവസാനം കൊടുക്കുന്ന ഉപദേശം തന്നെ പഞ്ചോപചാര പൂജയാണ്. എന്നാൽ യാദവർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഗോവർദ്ധനം പൊക്കിക്കൊണ്ട് നിങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാ, നിങ്ങൾ ഈ ഗോവർദ്ധനത്തിനെ ആരാധിച്ചാൽ മതി, ഇന്ദ്രനെയല്ല ആരാധിക്കണ്ടേ എന്ന് പറഞ്ഞ് ആ കാലത്ത് വിപ്ലവം സൃഷ്ടിച്ച ആളാ. പക്ഷെ എന്താണ്? ഹൈന്ദവരുടെ ദൈവമായതുകൊണ്ട് പാർട്ടി ഓഫീസിൽ സ്ഥാനമില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം അറേബ്യയിലായിരുന്നെങ്കിൽ ഇന്ന് പാർട്ടി ഓഫീസിലെ വലിയൊരു നേതാവാകും. അപ്പൊ അതുകൊണ്ട് സ്വന്തം കുലദേവതയെ കുലാചാരത്തെ പഠിച്ച് അനുവർത്തിക്കുക. അപ്പൊ ഒരു ചോദ്യം അവസാനമായിട്ട് ഉയരും, അങ്ങനെ ചെയ്താൽ നമ്മുടെ ജാതി വ്യവസ്ഥ പെരുകില്ലേ? നമ്മളുടെ ജാതി ഉച്ചനീതം വീണ്ടും വരില്ല. നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കുലദേവതാരാധനയെ കുറിച്ചാണ്. കുലദേവതാരാധന പുലാധാരം, മൂലാധാരത്തിലുള്ള ബേസിക് ആരാധനയാണ്. ഗായത്രി ആരാധന പോലെ ബേസിക് ആണ്. എന്നും കോഴി വെട്ടിയിരിക്കാനൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എന്നും കോഴി വെട്ടിയിരിക്കേണ്ട, മറിച്ച് ഇത് ഉയർന്നു പോകുമ്പോൾ സഹസ്രാരത്തിലുള്ള അകുലപദത്തിലിരിക്കുന്ന ഭഗവാൻ പരമശിവനെ അല്ലെങ്കിൽ നല്ലച്ഛനെ എന്തോ പേരിട്ട് വിളിക്കുന്നു, ആ തെളിഞ്ഞ ബോധത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ കുലാചാരം ചെയ്യുന്നവൻ കൗളനാകും. കൗളനാകുമ്പോൾ എന്താണ്? അഷ്ടപാശങ്ങളില്ലാണ്ടാകും. ഗൃണ, ലജ്ജ, ഭയം, ശോകം, ജുഗുപ്സ, ചേതി, പഞ്ചമ, ശീലം, കുതം, തഥ കുലം, ദാതി, ജാതി, അഷ്ടവും പാശപ്രകീർത്തിത, പാശബന്ധ, പശുജ്ഞേയ, പാശമുക്ത സദാശിവ. പാശമുക്തനാകും. അവന് ജാതിയോ മതമോ കുലമോ ഗോത്രമോ ലിംഗമോ ഒരു ഭേദവും ഉണ്ടായിരിക്കില്ല. അറപ്പുണ്ടാവില്ല, വെറുപ്പുണ്ടാവില്ല, നാണമുണ്ടാകില്ല, ഭയമുണ്ടാകില്ല, ദുഃഖമുണ്ടാകില്ല, ശീലങ്ങൾ ഉണ്ടാകില്ല, കുലബോധമുണ്ടാകില്ല, ജാതിബോധമുണ്ടാകില്ല. അങ്ങനെയുള്ള കൗളന്മാരാവുക എന്ന ഉദ്ദേശത്തിൽ ഭഗവാൻ പരമശിവൻ പറഞ്ഞു വെച്ച കുല ആർണവം എന്ന് പറയുന്ന കുലാചാരത്തിന്റെ വിശാലമായ ആ സമുദ്രത്തെ കുറിച്ച് പറയാൻ
ചണ്ടാള ബാബയ്ക്ക് 45 മിനിറ്റ് പോരാ, ഈ ആയുസ് പോരാ എന്ന തിരിച്ചറിവോടുകൂടി പരാശക്തിയുടെ നിയോഗത്താൽ ഇവിടെ വന്നു. ആകുന്നത് പറഞ്ഞു. പൂർണ്ണമായോ ഇല്ലയോ എന്നറിയാതെ നാം നമ്മുടെ ഈ ഒരു അവസരം പൂർണ്ണമായി വിനിയോഗിച്ചെന്ന തൃപ്തിയോട് കൂടിയിട്ട് നമ്മുടെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഈ സദസ്സിലേക്ക് ക്ഷണിച്ച എൻ്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ശബ്ദത്തെ കേട്ടുകൊണ്ടിരുന്ന ഏവരോടും, ഇവിടെ മുന്നിലിരിക്കുന്നവരോടും പുറത്തു നിന്ന് കേൾക്കുന്നവരോടും ഇനി ഏതെങ്കിലും മാധ്യമത്തിലൂടെ കേൾക്കാൻ സാധ്യതയുള്ളവരോടും പ്രത്യേകം നന്ദി പറയുന്നു. നാം ഭാരതാംബയുടെ മക്കളാണ്, ഹിന്ദുസ്ഥാനിന്റെ മക്കളാണ്. അതുകൊണ്ട് നാം ഹിന്ദുവാണ്. നമ്മുടെ ധർമ്മം നാശമില്ലാത്ത ധർമ്മമാകുന്നത് കൊണ്ട് അത് സനാതന ധർമ്മമാണ്. അതിനെ നശിപ്പിക്കുന്ന സനാതനമായിരിക്കുന്ന കുറെ അധർമ്മങ്ങളുണ്ട്. അതിനോട് സന്ധിയില്ലാതെ നമുക്ക് പോരാടാം. അതിൽ സന്ധിയില്ലാത്ത പോരാട്ടത്തിൽ മുഴുവൻ ഹൈന്ദവർക്കൊപ്പം ഒരു ചണ്ടാളനായി ആത്മാഭിമാനത്തോടു കൂടി അട്ടപ്പാടിയിലെ ആദിവാസി മക്കളുടെ ഇടയിൽ നിന്നും ഈ ചണ്ടാള ബാബയും ഉണ്ടാകുമെന്നൊരു ഉറപ്പ് സമാജത്തിന്റെ മുന്നിൽ വെക്കുന്നു. കർമ്മമാണു സാധന, ധർമ്മമാണു ജീവിതം. കർമ്മത്തെ വരിച്ചുകൊണ്ടു ധർമ്മത്തെ നയിക്കുക. കർമ്മയോഗിയാണു നാം, ധർമ്മയോഗിയാണു നാം. കർമ്മയോഗിയാണു നാം, ധർമ്മയോഗിയാണു നാം. ധർമ്മരക്ഷ ചെയ്തിടുവാൻ കർമ്മമാർഗമേറ്റിടാം. ഭീതിയേതുമില്ലതിൽ വീരചിന്തയുണ്ടതിൽ. ഭീതിയേതുമില്ലതിൽ വീരചിന്തയുണ്ടതിൽ. ലോകരക്ഷ ചെയ്തിടുന്ന സത്യമാർഗമാണിത്. ലോകരക്ഷ ചെയ്തിടുന്ന ആദിമാർഗമാണിത്. സർവത്ര ആദിമാർഗിതൻ നാമസങ്കീർത്തനം. ഓം ഹരയീം നമ. ചണ്ടാളരൂപായ കുലഗുരു ശ്രീപാദുകാം പൂജയാമി. ഓം നമ ജീവായ. ജയ് ഹിന്ദ്, വന്ദേ മാതരം. അടുത്തതായി വളരെ പ്രശസ്തമായ പൗർണമിക്കാവിൻ്റെ മുഖ്യ കാര്യദർശിയും മികച്ച സാമൂഹ്യ പ്രവർത്തകനും തിരുവനന്തപുരത്തിൻ്റെ സ്വന്തവുമായ ശ്രീ എം എസ് ഭുവനചന്ദ്രൻ നമ്മളോട് സംസാരിക്കുന്നു.